ഹായ് ഹലോ നമസ്തേ. കഫ്ലിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഒന്നും കൂടി ആർദ്രമായ സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞ എന്താണ്, അതായത് എമ്പുരാൻ സിനിമ 27-ാം തീയതി വരെയാണ്. അപ്പൊ ഇപ്പൊ പ്രൊമോഷന്റെ ഭാഗമായി പോലും വളരെ രീതിയിലുള്ള എമ്പുരാന്റെ അങ്ങനെ രീതിയിലുള്ള ഒരു അപ്ഡേറ്റും ഇതൊന്നും വരുന്നില്ല. ഫയർ ആയിട്ട് നിന്ന പടത്തിൽ ഇറങ്ങിയതിനു ശേഷം ഒരിതില്ല, പ്രൊമോഷൻ കുറവാണ്. അതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ചർച്ച. ബഡ്ജറ്റ് ഇതുവരെ അനൗൺസ് ഇല്ല, മൊത്തത്തിലായില്ല. ഇപ്പോഴും മറ്റേ പ്രീ പോസ്റ്റ് പ്രൊഡക്ഷന്റെ കാര്യങ്ങളൊക്കെ നടക്കണം. ഏറ്റവും കൂടിയ 100% ഇന്ത്യയിലെ തന്നെ മറ്റേ അഭിമന്യു സിംഗിന്റെ പോസ്റ്റർ വന്നല്ല. അപ്പൊ പുള്ളിയുടെ ഇന്റർവ്യൂല് പറഞ്ഞത് ഇന്ത്യയിലെ ഈ വർഷത്തെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് പടമായിരിക്കും എമ്പുരാൻ. അങ്ങനത്തെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ അല്ല ഇപ്പൊ ഉള്ളത്. അതിന്റെ കാര്യങ്ങളിലേക്ക് വരാം. അപ്പൊ നമുക്ക് ഇന്ത്യയുടെ റിപ്പോർട്ടുകൾ പലതും വന്നതെന്ന് പറഞ്ഞാൽ ഇവരെ എന്താണ് മറ്റേ പൃഥ്വിരാജിന്റെ മറ്റേ ഇത് വന്നായിരുന്നു. അതായത് മറ്റേ ഹാൻഡ് ഓവറിങ് ഫിലിം, എന്റെ എല്ലാ വർക്കും കഴിഞ്ഞ് ഫിലിം ഇനി സെൻസർ ബോർഡിന് ഹാൻഡ് ഓവർ ചെയ്യുന്ന ക്ലീൻ ഷേവ് ഒക്കെ അടിച്ചൊരു പോസ്റ്റൊക്കെ വന്നായിരുന്നു. അല്ല, ക്ലീൻ ഷേവ് അല്ല, മറ്റേ മീശ ഡ്രിം അല്ലടാ, താടി ഫുള്ള് ക്ലീൻ ഷേവ് ചെയ്തിട്ട്. ഡ്രിം അല്ല, താടി ഫുള്ള് ക്ലീൻ ഷേവ് ചെയ്തിട്ട് മീശ മാത്രം വെച്ചിട്ട് രാജമൗലി പടത്തിൽ വെച്ചിട്ടുള്ള അത് തന്നെ. ക്ലീൻ ഷേവ് അല്ല, അല്ല ക്ലീൻ ഷേവ് അല്ല, താടി മാത്രം. അതല്ലേ ഇവിടുത്തെ വിഷയം. അതെ, സമയമില്ല. ഏത് കമന്റ് ഇട്ടത് അങ്ങനെ. അപ്പൊ അതിലേക്ക് വരുമ്പോ നമ്മള് ഫിലിം വരെ ഹാൻഡ് ഓവർ ചെയ്ത് ഇവരെ ടീം എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യയുടെ റിപ്പോർട്ടൊക്കെ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇവരെ ടീം വരെ വളരെ രഹസ്യമായിട്ടാണ് പല സെൻസർ ബോർഡിങ് വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. പലതും സെൻസർ ബോർഡ് കഴിയുമ്പോൾ തന്നെ പല ഗ്രൂപ്പുകളിലും മെസ്സേജുകളൊക്കെ വരാറുണ്ട്, ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ വരും, അങ്ങനെയുള്ള പടങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ ഒരു ഭാഗത്തിലുള്ള ഇതുപോലും പുറത്തോട്ട് വിടുന്നില്ല. ഹൈപ്പ് കുറയ്ക്കാനുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കമെന്നാണ് ഇത് പലതും കേൾക്കുന്നുണ്ട്. അതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? 100% ഉറപ്പാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മള് ഫസ്റ്റ് ഹാഫിൽ ഒരു പടം എങ്ങനെയൊക്കെ ലാഗ് അടിച്ചാലും സെക്കൻഡ് ഹാഫ് ഭംഗിയാവുമ്പോഴാണ് ഒരു പടം ഹിറ്റായെന്ന് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് അടിപൊളിയായിട്ട് പറയാൻ പറ്റണം. ഇപ്പൊ വിക്രം എടുത്താലും ജയിലർ എടുത്താലും എല്ലാം സെക്കൻഡ് ഹാഫാണ് കയറി വലിയ രീതിയിൽ അങ്ങ് പോയേക്കണത്. ലിയോ മാത്രം നമ്മള് പ്രതീക്ഷിച്ച ഫസ്റ്റ് ഹാഫ് ആയിരുന്നു അടിപൊളി. ഇതെടുത്ത് തിരിച്ചിട്ടിരുന്ന അടിപൊളി. ഫസ്റ്റ് ഹാഫ് ഇപ്പം ബോറാക്കി എടുത്തിട്ട് സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. അതേസമയം ഫസ്റ്റ് ഹാഫ് ഭയങ്കര കിടിലവും സെക്കൻഡ് ഹാഫ് അത്ര കൊള്ളൂലെങ്കിൽ നമ്മൾ കണ്ടിറങ്ങുമ്പോഴത്തേക്കും കൊള്ളൂല എന്നുള്ള ഒരു ഇതോടെ മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അതങ്ങനെ പറ്റുള്ളൂ. അപ്പൊ എന്താണ് ഈ നമ്മള് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അപ്ഡേഷന്റെ ഭാഗമായിട്ട് ഇവര് വരുന്നില്ല, പ്രൊമോഷൻ ഇത്രയും വലിയൊരു ഹൈപ്പ് പടത്തിന് ചെയ്യുന്നില്ല, ഓവർ എക്സ്പെക്ടേഷൻ കുറയ്ക്കാനുള്ള അവരെ തന്ത്രമാണെന്നാണ് നമ്മുടെ ഒരു നിഗമനം. അങ്ങനെ ആവാനാണ് സാധ്യത കൂടുതൽ. അതുപോലെ തന്നെ സെൻസറിങ് ഒക്കെ വളരെ ക്ലീൻ ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്താണ് 2 മണിക്കൂർ 59 മിനിറ്റ് ആണ് വന്നേക്കണത്. അത് തന്നെ 2 മണിക്കൂർ 59 മിനിറ്റ് എന്ന് പറയുമ്പോ ഏകദേശം 3 മണിക്കൂർ അടുപ്പിച്ച് ഒരു പടമുണ്ട്. അതായത് ഇപ്പൊ അനിമലില് തന്നെ 3 മണിക്കൂറൊക്കെ നമ്മൾ കണ്ടതാണ്. 3.5 അല്ലേ? അത് കട്ട് ചെയ്ത് അൺകട്ട് വെർഷൻ അല്ലേ? 3.5 കട്ട് വെർഷൻ ആണ്. തിയേറ്ററിൽ പോയിരുന്ന് കണ്ട് തീരണമില്ല. അത് തന്നെ. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു ഇത് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോ നമുക്ക് ഒരു ഇതുണ്ടല്ലോ. അപ്പൊ 3 മണിക്കൂറിലുള്ള പടം സിനിമ തീർന്നെന്ന് പറയുന്നത് റെഡിയൊക്കെ വെച്ചിട്ടേ അതെ ഇത്ര മണിക്കൂർ ഇന്റർവെൽ അപ്പോഴേ ഇന്റർവെൽ ആവുള്ളൂ. അപ്പൊ അത് എങ്ങനെയാണ് ഇതില് പിന്നെ ഇത്രയും സ്റ്റാർ കാസ്റ്റ് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അവരുടേതായ റോള് കൊടുത്തു വരുമ്പോ പടം തീർന്നു. ഇല്ല, അധികം അങ്ങനെ വന്നിട്ടില്ല. കമ്മട്ടിപ്പാടം 6 മണിക്കൂർ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. 6 മണിക്കൂർ ഒരു പടം 6 മണിക്കൂറുള്ള സിനിമേനെ കട്ട് ചെയ്ത് 2 തിയേറ്ററിൽ ഇട്ട് അത് അൺകട്ട് അല്ലാത്ത വേഷം പിന്നീട് ഇറക്കുമെന്നൊക്കെ പണ്ട് ഈ അണ്ടർടാക്കറിന്റെ റൂമർ ഉണ്ടല്ലോ, മരിച്ചിട്ട് വന്നു പറയുമ്പോൾ അങ്ങനത്തെ റൂമർ. സെക്കൻഡ് ഷോയ്ക്ക് ഒരാള് വീട്ടിൽ കാണാനില്ല, 6 മണിക്കൂർ തിയേറ്ററിൽ അൺകട്ട് വേഷം ഫോണിൽ ഇറക്കുമെന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. കാണാനില്ല. എന്തായാലും 3 മണിക്കൂർ ഒരു പടം ഉള്ളതിനെ കുറിച്ച് നിങ്ങൾ എമ്പുരാൻ ഇത്രയും ലെങ്ത് വൈസ് ട്രെയിലർ ഇത് എവരെല്ലാം ഇത് തന്നെ മറ്റേ ട്രെയിലർ ഇനി 15 ട്രെയിലർ വരാം. അത് ടീസർ വരുന്ന സമയത്ത് കറക്റ്റ് ഒരു നമ്പർ അല്ലായിരുന്ന എത്ര 2 മിനിറ്റും എത്ര സെക്കൻഡ്
എത്ര സെക്കൻഡ് വെച്ചുള്ളൊരു ഇത് എല്ലാം ഇനി ഇലുമിനാറ്റിയുടെ വല്ല സൈനൊക്കെ ആണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അങ്ങനെ വരാനുള്ള കുറെ സാധ്യതകളൊക്കെ ഉണ്ട്. ഇവര് ഇറക്കുന്ന നമ്മളിങ്ങനെ ഇറക്കുന്നുള്ളു. എന്തായാലും വളരെ ക്ലീൻ ആയിട്ടാണ് അവരുടെ പ്രോസസ്സ് നടക്കുന്നത്. പിന്നെ പൃഥ്വിരാജ് ആണല്ലോ എല്ലാ ക്ലീൻ പ്രോസസ്സ് നേരത്തെ മുൻകൂട്ടി വെച്ചാണ് ചെയ്യണത്. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടറിയാം. 3 മണിക്കൂർ ഈ സിനിമ ഉള്ളതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പൈസ മുതലാവണ്ടേടാ. ഇതിന് പൈസ മുതലാവണം. ഫാൻസ് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ നമ്മൾ സാധാ ഷോ കാണുന്ന ഒരാൾക്ക് പൈസ മുതലാവണ രീതിയിൽ. ഇപ്പൊ ഈ മരക്കാർ എന്ന് പറയുന്ന സിനിമയില്ലേ, അത് ഇത്ര ഒരു വിജയം ആവാതിരുന്നതിന്റെ ഞാൻ വിചാരിക്കണം അത് ലെങ്ത് കൂടിയോണ്ടായിരിക്കും. അത് 3 മണിക്കൂറുണ്ടായിരുന്നു. 3 മണിക്കൂറുണ്ടായിരുന്നല്ലേ? അത് 2:50 ആണെന്ന് തോന്നുന്നു. അതൊരു 2:30 വെച്ച് കട്ട് ചെയ്താൽ പിന്നെയും ബാക്കി കുറെ വലിച്ചിട്ട് കൊണ്ടുപോയാണ്. അത് പിന്നെ വെട്ടിയിട്ടോ ആയിരത്തുണ്ടെന്നൊക്കെ പറഞ്ഞ ആര്യ പറഞ്ഞിട്ടെന്ത് കാര്യം. പ്രിയദർശൻ വരെ സമ്മതിച്ച സിനിമയാണ് അത്. വിചാരിച്ച പിന്നെ അതും ഈ പറഞ്ഞ കണക്ക് ഇതിനു മുമ്പ് തന്നെ കുറെ അവാർഡ് കാറ്റഗറി അങ്ങനെയൊക്കെ പോയി. ഇതെന്ന് നമുക്ക് പ്രതീക്ഷിക്കണ ഒരു സാധനം ഉണ്ട്, അത് കിട്ടണം. കിട്ടിയാല് അതാണ് ഇതില് വളരെ അത് ഇവിടുന്ന് സീൻ ഉണ്ടല്ലോ, മറ്റേ കുട്ടയം കൊണ്ട് പോകുമ്പോഴത്തേക്ക് കാളവണ്ടി അവിടെ ഇങ്ങനത്തെ കാളവണ്ടി ജിജോ ജോസ് പള്ളിശ്ശേരിയിലെ പടങ്ങളെ അങ്ങനെയാണ്. അങ്ങനെ ക്യാമറ പെല്ലിശ്ശേരിയും ആ ഇത് ക്യാമറ ഒരിടത്ത് കൊണ്ടങ്ങ് വെക്കും, ബാക്കിയുള്ളവർ എന്തെന്ന് വെച്ചാൽ ചെയ്തോണ്ട്. ഇതാണ് പുള്ളിയുടെ ഒരു സ്റ്റൈൽ. ഇപ്പോഴത്തെ പുള്ളിയുടെ ഒരു ടൈപ്പ് മേക്കിങ്. കാളവണ്ടി ഇവിടെ നിന്ന് എത്തും, എന്നിട്ട് മറ്റേ കൂർക്കം വലിച്ചുള്ള ഉറക്കം അതിൽ അവൻ ചെന്നിട്ട് അണ്ണാ നിങ്ങൾ അടിക്കാനായിട്ട് ഒരാള് പറഞ്ഞു ഇരുന്ന് ഉറങ്ങിപ്പോയി. ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു അതില് എമ്പുരാൻ. അപ്പൊ 3 മണിക്കൂർ പടം ഉണ്ട്. അപ്പൊ എന്തായാലും അതെന്താണ് ഉള്ള സീന് ലാലേട്ടനുള്ളത് അത്രയും കിടില സീനുകളായാൽ തന്നെ മതി പടം കേറാനുള്ള കയറും. പിന്നെ സ്റ്റോറി ബേസ് നമുക്കൊരു ഇതാണ്. ഇത് പിന്നെ 3 മണിക്കൂറായാലും മടുക്കൂലെന്ന് നമുക്ക് ടീസർ കാണുമ്പോഴേ 100% നമ്മൾ കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും ഇനി. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പോഴത്തെ നിലവിലെ കേരളത്തിലെ സാഹചര്യം വെച്ച് ലൂസിഫറിലെ കഥ കറക്റ്റാണ്. ഇനി എമ്പുരാനിൽ കാണിക്കാൻ പോണ ലൂസിഫർ 2.5 മണിക്കൂർ അത്രയൊക്കെ ഉള്ളു, 2.5 മണിക്കൂറൊക്കെ ഉള്ളു. പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ കേരള സാഹചര്യം ലൂസിഫറുമായിട്ട് കണക്ട് ആയി. ഇനി എമ്പുരാനിൽ വരുന്ന സാഹചര്യം ഇനി ഭാവിയിൽ വരാൻ കേരളത്തിൽ ഉണ്ടാവുമോ എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. മുരളി ഗോപിനെ വിശ്വസിക്കാനൊന്നും പറ്റും. എന്റെ ഊഹത്തിൽ മുരളി ഗോപിയാണോ ഇലുമിനാറ്റി എന്ന് എനിക്ക് ഡൗട്ട്. എന്നിങ്ങനെയൊക്കെ വന്നിട്ട് അയാൾ അവർ എടുത്തുണ്ടോ ഓരോ ക്യാരക്ടറിനും ഭയങ്കര ഡെപ്താണ്. എന്താണ് അതിന്റെ പാസ്റ്റ് ഒരു റോൾ ഉണ്ടെങ്കിൽ അയാൾക്കും പാസ്റ്റ് ഉണ്ട്, അയാൾക്കും കായതാറുണ്ട്. അപ്പൊ നീ ആന്റണി അതുപോലെ അപ്പൊ നീ ഇപ്പൊ പറഞ്ഞു പറഞ്ഞത് മറ്റേ ലൂസിഫറിൽ ഇങ്ങനെ വിട്ടിട്ട് ആന്റണിക്കും ഒരു പാസ്റ്റ് ഉണ്ടെന്നാണ് നീ പറയുന്നത്. നീ അതല്ലേ ഉദ്ദേശിച്ചത്? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് സലാം വെച്ച ഒരാളെ ഉള്ളൂ, പൃഥ്വിരാജ് അല്ലാതെ. ആന്റണി പെരുമ്പാറാണ്. അപ്പൊ അവള് സലാം വെച്ചല്ല, എന്റെ ഡാൻസ് കളിച്ച പിന്നെ എല്ലാ സലാം വെച്ച് നമുക്ക് കണ്ടറിയാം അതിനകത്ത് കൊണ്ടുപോകും. എന്തായാലും മറ്റേ എന്താണ് ബറോസിനെ പോലെ മറിഞ്ഞ് വീഴായിരുന്ന മതി. ഭരണ മര്യാദ ബറോസ് മോഹൻലാലിന്റെ ഡയറക്ഷൻ, ഇത് പൃഥ്വിരാജ് ഡയറക്ഷൻ. മോഹൻലാല് നല്ല ഒരു പുതുമുഖ ഡയറക്ടറിന്റെ ഡയറക്ഷൻ ബറോസ്. ഇതില് പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ അതൊരു പുതുമുഖ. ഓരോരുത്തർക്കും ഒരാഗ്രഹം, ഒരു പൈസ ഉള്ളവർ വലുതും ചെയ്യും, നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ എമ്പുരാന്റെ ഈ പറഞ്ഞ ലാഗും ഇതിനൊക്കെ വരാൻ കാരണം അവരും ഹൈപ്പ് വളരെ പ്ലാൻ ചെയ്ത് കുറയ്ക്കാനുള്ള ശ്രമങ്ങളാണെന്നാണ് നമ്മുടെ വാദം. നിങ്ങൾ യോജിക്കാതിരിക്കുക, നിങ്ങൾ കമന്റ് ചെയ്യുക. അതെ നിങ്ങൾ കാണാൻ കണ്ടു അങ്ങനെയുള്ളു. അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ പുതിയ ഇത്തരത്തിലുള്ള വിശേഷങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. റിപ്പോർട്ട് ആൻഡ്